പടത്തിൻ്റെ പേര് DS എറിയുന്നതാണ്. അതെന്താണെന്നുള്ള സിനിമ കാണാൻ മനസ്സിലാവും. രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗവും ഭൂതകാലവും ഒക്കെ എടുത്ത മനുഷ്യനാണ് നമ്മൾ അമ്മാതിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് കിട്ടിയൊരു സൂപ്പർ ലോട്ടായിരുന്നു സിനിമ. കാര്യം നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മോനുണ്ട് ദിൻനാഥ്. അപ്പോൾ ദിൻനാഥ് പുത്തഞ്ചേരി ഒന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം ആണെങ്കിലും അത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രണവ് എന്ന് പറയുന്ന നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അയാൾ അങ്ങനെയാണ്, അയാളുടെ ഒരു ഐഡൻറ്റിറ്റി അതാണ്. കേരള പോലീസ് സേനയുടെ ഭാഗമായിരുന്നു എന്നല്ല, ഞാനിപ്പോഴും കേരള പോലീസ് സേനയുടെ ഭാഗമാണ്. ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ കൂടെയുള്ള പോലീസ് കൂട്ടുകാരെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും. ഗോപിയണ്ണൻ്റെ മുൻ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് എത്തിയതായിട്ടൊക്കെ വാർത്തകൾ വരുന്നു. സോ പെട്ടെന്ന് തന്നെ നടനായിട്ട് മാറുന്നു. സിനിമ നടക്കുന്നില്ല, പക്ഷേ ആ പേര് അവിടെ തന്നെ കിടക്കുന്നു. ഗോപിയണ്ണൻ്റെ മുൻ നടനാണ്. കോവിഡിനെ വിറ്റ് ജീവിച്ച ഒരാളാണ് ഞാനെന്ന് പലരും പറയാറുണ്ട്. കാക്കിക്കുള്ളിലെ കലാകാരൻ മലയാള സിനിമയുടെ വരും തലമുറയുടെ വാഗ്ദാനമാണ് ജിബിൻ ഗോപിനാഥ്. അദ്ദേഹമാണെന്ന് നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നത്. ഡൈസറയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്, പ്രണവിൻ്റെ കൂടെയുള്ളൊരു മുഴുനീള കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ കുറിച്ചെന്ന് പറയാം. നമുക്ക് ട്രെയിലർ കണ്ടപ്പോഴേ നമുക്കറിയാം ആ കഥാപാത്രം കൊണ്ടുപോകുന്നത് ഒരു പേടിപ്പിക്കുന്ന ആ രീതിയിൽ കൊണ്ടുപോകുന്നത് താങ്കളാണ്. അല്ല, അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ. പടത്തിൻ്റെ പേര് DS എറിയുന്നതാണ്. DS എറിയുന്ന അതൊരു ലാറ്റിൻ വേർഡാണ്. അതെന്താണെന്നുള്ള സിനിമ കാണാൻ മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പേരാണ് സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ്. അതുകൊണ്ടാണ് അങ്ങനെ. അത് ഈ പറഞ്ഞത് ഇപ്പം വളരെ യാദൃച്ഛികമായിട്ട് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടതാണ്. എനിക്ക് ഈ പറഞ്ഞ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗവും ഭൂതകാലവും ഒക്കെ എടുത്ത മനുഷ്യനാണ് നമ്മൾ അമ്മാതിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സീൻ പുള്ളിയുടെ പടത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കിട്ടിയൊരു സൂപ്പർ ലോട്ടായിരുന്നു ഈ സിനിമ. കാര്യം നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മോനുണ്ട് ദിൻനാഥ്. അപ്പോൾ ദിൻനാഥ് പുത്തഞ്ചേരി, അപ്പോൾ അദ്ദേഹമാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഈ പടത്തിലേക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. കണ്ടു. പക്ഷെ പുള്ളി എനിക്ക് കൺഫർമേഷൻ തന്നില്ല. എന്നെ പറഞ്ഞു കുറച്ച് താടി വളർത്താമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമാണത്. പിന്നെ ഏജ് കുറച്ചുകൂടെ വേണമായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു അല്ല കുഴപ്പമില്ല, നോക്കട്ടെ, ഈ ക്യാരക്ടറിനെ ഈ പ്രായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പോഴും പറഞ്ഞു ജുവിനെ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, പക്ഷെ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം പക്ഷേ എന്നെ പുള്ളിയെ വിശ്വസിച്ചു. ഈ പറഞ്ഞല്ലേ, പുള്ളി എന്നെ വിശ്വസിച്ചു. ഈ ഒരു സിനിമയിൽ ഞാൻ ഓക്കെ ആയിരിക്കും എന്നുള്ളത് പുള്ളി വിശ്വസിച്ചു. അതിൻ്റെ പുറത്ത് ചെയ്തതാണ്. അതിൻ്റെ വലിപ്പച്ചെറുപ്പമൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തീരുമാനിക്കുക. ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളി വിശ്വസിച്ചത് നടന്നിട്ടുണ്ടോ. അങ്ങനെ നടന്നിട്ടുണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അത് എത്ര വലുതാണ്. അതിൻ്റെ ഷൂട്ടെല്ലാം കേരളത്തിൽ തന്നെ ആയിരുന്നു. അതെല്ലാം കേരളത്തിൽ തന്നെയായിരുന്നു. നല്ല രസകരമായിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഒന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം ആണെങ്കിലും അത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രണവ് എന്ന് പറയുന്ന നല്ലൊരു സുഹൃത്തിനെ കിട്ടി. സിമ്പിളായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ. നമ്മൾ ഇദ്ദേഹത്തെ പറ്റി മുന്നേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥകളൊക്കെ ഇല്ലേ, ഈ ആളങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയാണ്, സെറ്റിൽ കിടന്നുറങ്ങുന്ന ഫോട്ടോയും എല്ലാം നമ്മൾ പണ്ട്. അത് എനിക്കത് പക്ഷെ ഞാൻ ആദ്യം അതൊക്കെ കേട്ടിരുന്നത് എന്തിനാണ് ഇദ്ദേഹത്തെ ഒരു ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ അത് എന്നുള്ള രീതിയിലൊക്കെ ആദ്യകാലത്ത് ചിന്തിച്ചു വരുന്ന ആളാണ്. പക്ഷെ അടുത്ത് പരിചയപ്പെട്ട് നല്ലൊരു സുഹൃത്തൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അയാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അയാൾ അങ്ങനെയാണ്, അയാളുടെ ഒരു ഐഡൻറ്റിറ്റി അതാണ്. അത് പർപ്പസ്ഫുള്ളി അല്ല, പുള്ളിക്ക് അങ്ങനെ പറ്റൂ ജീവിക്കാൻ. അയാളുടെ തോട്ടൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളതാണ്. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കൂട്ടുകാരനാണ്, നല്ലൊരു സുഹൃത്താണ്. ഇപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട്. അല്ല, വിളിക്കുക മെസ്സേജ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ലൊരു ബന്ധമുണ്ട് ഞങ്ങൾ. കേരള പോലീസ് സേനയുടെ ഭാഗമായിരുന്നു. ആ കേരള പോലീസ് എന്ന ലേബല് സിനിമയിലേക്ക് കടന്നു വരുന്നതിന് സഹായമായിട്ടുണ്ടോ? കേരള പോലീസ് സേനയുടെ ഭാഗമായിരുന്നു എന്നല്ല, ഞാനിപ്പോഴും കേരള പോലീസ് സേനയുടെ ഭാഗമാണ്. ലോങ് ലീവാണ്, 5 കൊല്ലത്തേക്ക് ലീവ് എടുത്തതാണ്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റമാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ഞാൻ ജോലിയിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 18 കൊല്ലമായി, 17-18 കൊല്ലം ആവുകയാണ്. അപ്പോൾ ഈ 18 കൊല്ലത്തിന് മുന്നേ തന്നെ മീൻസ് എൻ്റെ ചെറിയ പ്രായം മുതൽ ഈ പറഞ്ഞ ആഗ്രഹവും അതിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. അതിനിടയ്ക്ക് നമുക്കൊരു അനുഗ്രഹം പോലെ കിട്ടിയതാണ് ഈ ജോലി. നമുക്കൊരു ബാക്കപ്പ് ഇല്ലാതെ ഒരു സംഭവത്തിലേക്ക് ഒന്നുമില്ലാതെ ഒരു നടുക്കയത്തിലേക്ക് ഇറങ്ങി ചാടുക, നമുക്കൊരു ജീവൻ രക്ഷാ ഉപാധികളൊന്നുമില്ലാതെ വെള്ളത്തിലേക്ക് ചാടുക എന്ന് പറയുന്നത് പോലെയാണ്
ആക്ച്വലി സിനിമയിലേക്ക് നമ്മൾ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യവും അമ്മാതിരി കഴിവുമുള്ള ഒരാളായിരിക്കണം സിനിമയിൽ. അത് നമുക്ക് നിലനിന്ന് പോകാനുള്ള ബാക്കി സാഹചര്യങ്ങൾ ഉണ്ടാകണം, എന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ നടുക്കയത്തിലേക്ക് എടുത്ത് ചാടുന്നൊരവസ്ഥയാണ് മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും. പക്ഷെ അവിടെ എനിക്കൊരു സേഫായിട്ടുണ്ടായിരുന്നത് എൻ്റെ ജോലിയാണ്. കാര്യം ജോലിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. മീൻസ് ഇവരുടെ സഹായത്താലാണ് എനിക്ക് മാക്സിമം ലീവുകളൊക്കെ തന്നിട്ടുള്ളത്. ശരിയാണ്, ഒത്തിരി ലീവൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പം അത് ജോലിയുടെ ഭാഗമായിട്ട് കുറേ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ കൂടെയുള്ള പോലീസുകാർ, കൂട്ടുകാരെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ സിനിമയിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക് പറയാൻ പറ്റും. കാര്യം അങ്ങനെ ആയിരുന്നു. ഒരു എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരവസരം, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അവസരം നഷ്ടപ്പെട്ടു. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് സിനിമ വേണ്ടാന്ന് വെച്ചേ പറ്റുള്ളൂ. കാര്യം ജീവിതമാണ്, ജീവിക്കണം. അപ്പം നമുക്ക് ജോലി എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ ഫാമിലിയുടെ ഒരു എൻ്റെ മീൻസ് മൊത്തത്തിലൊരു ബാക്കപ്പ് ആയിരുന്നു ജോലി. സ്ഥിരമായിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടുന്നത് കൊണ്ട് കൃത്യമായിട്ട് ജീവിച്ചു പോകാൻ പറ്റി. അതിനിടയ്ക്ക് കിട്ടുന്ന ലീവുകളിലൊക്കെ പോയി അഭിനയിച്ചാണ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര വല്ലാത്ത സഹായമാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. കോലിയക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ വലിയ ലോകത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൻ്റെ ആ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം കോലിയക്കോട് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ സിനിമയിൽ ആരെങ്കിലും ഉള്ളതായിട്ടോ ഇതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ചെയ്തതായിട്ടോ എനിക്കറിയില്ല. ഈ എല്ലാവരുടെയും ആഗ്രഹം പോലെയൊക്കെ തന്നെയാണ് ഈ അതിയായിട്ടൊരു ആഗ്രഹം എന്നൊരു സാധനമില്ല. അത് കുഞ്ഞുനാൾ മുതലുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള യാത്രയായിരുന്നു. ചെറിയ പ്രായം തൊട്ട് തന്നെ ഇന്നത്തെ പോലെ ഒരു സോഷ്യൽ മീഡിയ സംഭവം ഒന്നുമില്ലല്ലോ. സോ പത്രത്തിലൊക്കെ വരുന്ന ബാലതാരങ്ങളെ ആവശ്യമുണ്ട്. അതിലാണ് നമ്മൾ ഈ തുടങ്ങുന്നത്. ഈ പരിപാടി കണ്ടിട്ട് വീട്ടിൽ പറയുന്നതും ആദ്യമായിട്ടൊരു സംഭവത്തിനായിട്ട് കൊണ്ടുപോകുന്നതും അത് കിട്ടിയിട്ട് പക്ഷേ സിനിമ നടക്കുന്നില്ല. അപ്പോൾ ഓഡിഷൻ കഴിഞ്ഞത് കിട്ടിയായിരുന്നു? ഫസ്റ്റ് ഓഡിഷൻ തന്നെ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കിട്ടി. അപ്പോൾ പോയി അത് കിട്ടിയെങ്കിലും ഒരു മെയിൻ വേഷമായിരുന്നു. വലിയൊരു ബാനറിലെ വലിയൊരു സിനിമയുടെ കുട്ടികൾ കേന്ദ്ര കഥാപാത്രമാകുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ നാട്ടിലറിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കോലിയക്കോട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ്, ചെറിയ ആൾക്കാരാണ്. മീൻസ് ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഗോപിയണ്ണൻ്റെ മോൻ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് എത്തിയതായിട്ടൊക്കെ വാർത്തകൾ വരുന്നു. സോ പെട്ടെന്ന് തന്നെ നടനായിട്ട് മാറുന്നു. സിനിമ നടക്കുന്നില്ല, പക്ഷേ ആ പേര് അവിടെ തന്നെ കിടക്കുന്നു. ഗോപിയണ്ണൻ്റെ മോൻ നടനാണ്. ഇത് തന്നെയാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ടി വി ഒന്നുമില്ല, വീട്ടിൽ ടി വി ഒന്നുമില്ല. ആകെ 1-2 വീടുകളിലേ അവിടെ ഉള്ളൂ. ഒരു വിനോദേട്ടൻ്റെ വീടുണ്ട്, ഒരു സുമാരമ്മാൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എല്ലാവരും പോയി സിനിമ കാണാൻ പോകുന്നത്. ഈ സിനിമ അല്ലെങ്കിൽ ഈ പുരാണ സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, പണ്ട് രാമായണം മഹാഭാരതമൊക്കെ കാണാൻ ജയ് ഹനുമാനും ഓം നമഃ ശിവായൊക്കെയാണ് അന്നത്തെ മെയിൻ. അപ്പം ഈ പരമ്പൊക്കെ ആയിട്ട് പോയി കിടന്ന് ശനി ഞായറൊക്കെയാണ് ഈ പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ സിനിമയും കണ്ട് ഈ പറഞ്ഞ പരിപാടികളെ കണ്ട് തിരിച്ചിറങ്ങി വരുന്ന ആ കുട്ടിക്കാലത്തിൻ്റെ എൻ്റെ ആ ഒരു ചെറിയ പ്രായം 6-7 വയസ്സ് 5-6 ആ പ്രായത്തിൻ്റെ ആയിട്ടുള്ള അന്ന് മുതൽ തുടങ്ങിയൊരു ആഗ്രഹമാണ്. ഇത് കാണുമ്പോഴുള്ളൊരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ് സംഭവം? കാര്യം ഇത്രയും പേര്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയും ദൂരം വന്നിരുന്ന് കാണുന്നു. അപ്പോൾ ആ കാണുന്നതിൽ നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്നു. അപ്പോൾ അതിനോടുണ്ടാകുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ. ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ്? ആ വലിയ ആഗ്രഹം അവിടെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ്. കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നേട്ടമുണ്ടാക്കിയ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഒരു അവയർനെസ് വീഡിയോ ഒക്കെ ഇറക്കി, അത് ലോകം മുഴുവൻ ചർച്ചയായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ? കോവിഡിനെ വിറ്റ് ജീവിച്ച ഒരാളാണ് ഞാനെന്ന് പലരും പറയാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണല്ലോ. ആരും പുറത്തിറങ്ങുന്നില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കും. പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അവർക്ക് വീട്ടിലിരിക്കാനോ ഒന്നുമില്ലല്ലോ, അവരുടെ ജോലിയുടെ ഭാഗമാണത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നപ്പോൾ സമയത്ത് ആളുകൾക്ക് വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ഭയങ്കര ഭീതിയിലായിപ്പോയി. എന്താണ് അവസ്ഥ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നമ്മുടെ ജീവിതം എന്താണ്, ഇതൊക്കെ ആലോചിച്ച് ജോലിയൊക്കെ എങ്ങനെ എല്ലാവർക്കും വീട്ടിലിരിക്കാനുള്ള, അടച്ച് ഇരിക്കുക എന്നുള്ള ഒറ്റ നിർദ്ദേശം കിട്ടുന്നു.
അപ്പോൾ ഈ സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട്, മനോജ് പ്രസാദിൻ്റെ സാറാണ് അതിൻ്റെ ഹെഡായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടൊരു സംഭവം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവിടെയുള്ള അരുൺ ബി ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവൻ നല്ലൊരു സിനിമ, നല്ലൊരു ഡയറക്ടറാവാൻ സ്കോപ്പുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്, ഡ്യൂട്ടി റെസ്റ്റാണ്. എന്താ പരിപാടി? ഞാൻ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ ടാഗോർ തിയേറ്ററിൽ ഒന്ന് വരുമോ? നമ്മൾ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്കൊരു സാധനം ചെയ്താലോ, ഒരു വീഡിയോ ചെയ്താലോ. ഞാൻ പറഞ്ഞടാ വരണോ? നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ഇവരിങ്ങനെ നമ്മൾ പരിപാടി ഇല്ല, ഒന്നുമില്ല, നമുക്കൊരു സാധനം അടിച്ചു നോക്കാം, എന്താണെന്ന് അറിയില്ല, ഒരു പെട്ടെന്നൊരു 2 മണിക്കൂറിനകത്ത് തീർക്കാന്നുള്ള സാധനമേ ഉള്ളൂ. നിങ്ങൾ എന്തിപ്പോൾ എങ്ങനെ? ഞാൻ പറഞ്ഞടാ ഇനി എല്ലാം കഴുകിയിട്ടേക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ കൊടുത്തേക്കണത്, എന്താ എന്താ ഡ്രസ്സെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ ഒരു കയ്യിലും എടുത്തിട്ടുണ്ട്, ഒരു ടീഷർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വാന്ന് പറഞ്ഞു, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കണ്ടൻറ്റ് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട്. അത് എന്നാൽ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു 2 മണിക്കൂറിനകത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അത് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു കോവിഡിൻ്റെ ഒരു സാധനം വരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെയുള്ള ബിമൽ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് ചെയ്യുന്നത്. സാറിന് ഈ 3D പരിപാടിയെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹം അത് വീട്ടിൽ അത് അവിടെ ഇരുന്ന് ചെയ്ത് എല്ലാം കൂടെ ചെയ്ത് ഷൂട്ട് 2 മണിക്കൂർ കൊണ്ട് തീർത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മളതങ്ങ് റിലീസ് ചെയ്തു, ഇതങ്ങ് ആൾക്കാർ ഏറ്റെടുത്തു, അത് ഇൻ്റർനാഷണലി അതങ്ങ് അക്സെപ്റ്റ് ആയി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട്. കാര്യം അതുവരെ ആൾക്കാർക്ക് കിട്ടിയിരുന്ന ഒരു സാധനത്തിനപ്പുറത്തേക്ക് ഇതിനെ ഭയങ്കര രസകരമായിട്ട് ഇതിനെ സമീപിക്കുന്നൊരു ഒരു അപ്രോച്ചായിരുന്നു അത്. എല്ലാവരും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇതെല്ലാവരും, അതൊന്ന് ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും, മെയിൻ ഇൻഡസ്ട്രി മൊത്തം ഈ സാധനം ഭയങ്കരമായിട്ട് റീച്ച് ആയി. അത് മാത്രമല്ല ടിക്ടോക്ക് ഇൻ്റർനാഷണലിൻ്റെ ആ ഒരു വർഷത്തെ ഏറ്റവും മികച്ച വീഡിയോകൾ 10 വീഡിയോകളിലൊന്ന് ഈ വീഡിയോ ആയിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് ഹാപ്പിനെസ് എന്നൊരു സാധനമായിരുന്നു. അതിൽ പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ഒരു വീഡിയോ, അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് അത് കിടന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് അമ്മാതിരി ആ ലെവലിലേക്ക് ഒരു പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് വന്ന ഒരു സാധനം, പെട്ടെന്ന് ചെയ്തൊരു സാധനമാണ്. പക്ഷെ അത് എനിക്ക് തന്നൊരു മൈലേജും ഭയങ്കരമായിരുന്നു. അത് എല്ലാവരിലും ഫെയിമായി. അതെ അതെ, ഭയങ്കരമായിട്ട് അത് സഹായകമായ ഒരു സാധനമായിരുന്നു. അത് വളരെ ഇതാണ് പറഞ്ഞത്, കൊറോണ അല്ല കോവിഡിനെ വിറ്റ് നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് സത്യം.